നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഏത് കറി കൂട്ടി കഴിക്കാനും ഇഷ്ടം കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക എന്തായാലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇവിടെ ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോൺഫ്ലവറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും അതേപോലെ ഉപ്പും കൂടെ ചേർത്ത് മുട്ടയുടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഈ ഒരു പാട്ടയിലാണ് അരി എടുക്കുന്നത്. അപ്പോൾ 750 ഗ്രാം അരി ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാന് ചൂടായതിനു ശേഷം നമ്മൾ ഈ ബിരിയാണി പോട്ടിൽ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നെയ്യിലല്ല കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഈ അണ്ടിയും മുന്തിരി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സവാള മുഴുവൻ ഇടണ്ട, ഒരു കാൽഭാഗം അവിടെ വെച്ചിട്ട് മുക്കാൽ ഭാഗം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗോൾഡ് കളറാകും വരെ ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു നിറത്തിലാവുമ്പോൾ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേറെ വെളിച്ചെണ്ണയൊന്നും ഇനി ഒഴിച്ചു കൊടുക്കണ്ട, സെയിം എണ്ണയിൽ തന്നെ ബാക്കി കാൽഭാഗം സവാളയും ക്യാരറ്റും ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് വാടും വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാട്ടയ്ക്ക് 1.5 പാട്ട വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. അരി നന്നായി കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ച് നോക്കട്ടെ. എനിക്കൊരു 15 മിനിറ്റുള്ളിൽ ചോറ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പ് കറി ഇവിടെ കുക്കർ റെഡിയാക്കി ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മളിവിടെ തേങ്ങ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കണക്കിനനുസരിച്ചൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറവിടാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ, നിങ്ങൾ നെയ്ച്ചോറിൻ്റെ കൂടെ ഏത് കറിയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ വറവിനാവശ്യമായ കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും കൂടെ ഇട്ടിട്ട് നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച എണ്ണയിലിട്ട് ഇങ്ങനെ ഓരോ പപ്പടം ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ എണ്ണയിൽ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല മുരുമുര നല്ല ചിക്കനും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല കിടുക്കാച്ച റെസിപ്പി ആയിട്ട് ഇനിയും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.